ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ എൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അതിനോട് റിലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ എൻ്റെ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് മറ്റേ കെയർലെസ് കാരണം ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നു. എനിക്കതങ്ങനെ ആസ്വദിക്കാനൊന്നും പറ്റില്ല. പക്ഷേ എൻ്റെ കല്യാണം ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ആ ഫംഗ്ഷൻ ആസ്വദിക്കണം. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രീം ഡേ ആണ്. അപ്പോൾ അതിന് ഞാൻ വളരെ പ്രിപ്പയർ ചെയ്ത് കെയർ ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഞാനത് ആ ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് ടിപ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്കമിങ് ബ്രൈഡ്സ്, എൻഗേജ്മെൻറ്റ് ബ്രൈഡ്സിനൊക്കെ ഇത് മേ ബി യൂസ്ഫുൾ ആവും. അപ്പോൾ എൻ്റെ ഞാൻ അങ്ങനെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം എന്തൊക്കെയാണ് എനിക്ക് ആദ്യം ചെയ്യേണ്ടതെന്നുള്ളതൊരു ലിസ്റ്റ് ഉണ്ടാക്കി ഓരോ ലിസ്റ്റും ഡിഫൈൻ ചെയ്ത് അത് ഓരോ ഫംഗ്ഷനും എന്തൊക്കെ വേണം, ഏതൊക്കെ വേണം, ജ്വല്ലറി, ഡ്രസ്സ്, ആക്സസറീസ്, അതിനോടനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് കൃത്യമായിട്ട് ഏത് ഫസ്റ്റ് ചെയ്യണം, ഏത് ലാസ്റ്റ് ചെയ്യണം, ഇതിന് പ്രയോറിറ്റി കൊടുക്കണം, ഇതിന് പ്രയോറിറ്റി കൊടുക്കണ്ട, ഏത് ഫസ്റ്റ് ചെയ്യണം, ഏത് ലാസ്റ്റ് ചെയ്യണം, ഹെയർ കട്ട് എന്ത് ചെയ്യണം, ഫേഷ്യൽ എന്ത് ചെയ്യണം, ത്രെഡിങ് എന്ത് ചെയ്യണം, വാക്സിൻ എന്ത് ചെയ്യണം, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് കൃത്യമായിട്ട് സോർട്ട് ചെയ്ത് ഞാൻ ഡേറ്റൊക്കെ എഴുതി ഫിക്സ് ചെയ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ പ്ലാനോട് കൂടി ചെയ്യാൻ വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോ. എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ സേവ് ദ ഡേറ്റ്. അപ്പോൾ സേവ് ദ ഡേറ്റിന് ഞാൻ എഴുതി വെച്ചത് നോക്കിയാൽ മതി. എന്ന്, എപ്പോൾ, എങ്ങനെ, എവിടെ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ഞാൻ ക്യാരി ചെയ്യണം, എന്തൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് പുറത്തു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ഇവോൾവ് ചെയ്ത് എനിക്ക് ഇങ്ങനെ പ്ലാനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ മാക്സിമം ചെയ്യുകയാണ്. ഒരു ജൂലൈ 15 ശേഷമൊക്കെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുന്നേ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അന്ന് എന്ത് ഡ്രസ്സാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളതൊക്കെ വളരെ മുന്നേ തന്നെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഹറിബറിയുടെ ആവശ്യമില്ല. വളരെ കാമൻ പോയിട്ടായിട്ട് ആ പരിപാടി വളരെ വൃത്തിയായി ചെയ്യുക എന്നുള്ളത് മാത്രമേ വേണ്ടുള്ളൂ. ഇപ്പോൾ പിന്നെ ബ്രൈഡൽ ബ്ലൗസ് ആണെങ്കിലും വെഡിങ് ഡേയുടെ ബ്ലൗസ് ആണെങ്കിലും എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, അതുപോലെ തന്നെ ഏത് ഡിസൈൻ ചെയ്യണം, ഏത് പാറ്റേൺ ചെയ്യണം, അതിൽ എന്ത് ഹാൻഡ് വർക്ക് കൊടുക്കണം, ജർദോസി കൊടുക്കണം, ആരി വർക്ക് കൊടുക്കണം, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എഴുതി വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര റിലാക്സോട് കൂടി എൻ്റെ പരിപാടി വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ എൻഗേജ്മെൻറ്റ് ഫ്ലോപ്പ് ആയതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി കാണാത്തവർ എന്തായാലും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഫാമിലി ആയിരുന്നു, ഇപ്പോൾ ഇങ്ങനെ 1000ലേക്ക് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നു. വളരെ ഹാപ്പി, എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാം. അപ്പോൾ ഞാൻ ഈ ലിസ്റ്റും അതുപോലെ തന്നെ സോർട്ട് ഔട്ടിങ്ങിനൊക്കെ ഇരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു 7 മണി 8 മണി ആ സമയത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം നോക്കുന്നത് തലേന്നത്തെ ബ്ലൗസിൻ്റെ ഡീറ്റെയിൽസ്, അത് ഏത് കളർ കോമ്പിനേഷൻ വേണം, എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്യണം, തലേന്ന് എങ്ങനെയാണെന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്ലാൻ. പിന്നെ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അജിത്ത്. ആ പേര് അവൻ എൻ്റെ അനിയനാട്ടോ. അവനിപ്പോൾ +2 കഴിഞ്ഞ് റിപ്പീറ്റൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം നീറ്റിന് എക്സാമിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവൻ സോഷ്യൽ മീഡിയയിൽ വല്ല ഫോട്ടോസോ വീഡിയോസൊക്കെ കാണുമ്പോൾ അപ്പം എനിക്ക് ഷെയറും ചേച്ചി ഇതെങ്ങനെയുണ്ട്, അത് നോക്കാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അതുപോലെ നിങ്ങളിങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രീ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആക്ച്വലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആളെ എപ്പോഴും കൂടെ കൂട്ടും നല്ലതായിരിക്കും. അവൻ കുറച്ച് ദൂരത്താണ്, പൊന്നാനിയാണ് അവൻ. അപ്പോൾ അവൻ വരാൻ പറ്റാത്ത കാരണം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നവന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അങ്ങനെ ആരും വീട്ടിലേക്ക് വരുന്നില്ല. എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാരണം, എനിക്കിങ്ങനെ ഒരു അലർജിക് പ്രശ്നമുള്ള കാരണം. അപ്പോൾ അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാനതിങ്ങനെ കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളും ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് നമ്പർ ഇട്ട്, വെഡിങ് സാരി ആണെങ്കിൽ വെഡിങ് സാരി, വെഡിങ് ഡേ ആണെങ്കിൽ വെഡിങ് ഡേ, പ്രീ വെഡിങ് ഈവനിങ് ആണെങ്കിൽ അങ്ങനെ. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി അവനാണ് എൻ്റെ ഏറ്റവും വലിയ ഹെൽപ്പ് കേട്ടോ. ഇപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് ഫാബ്രിക് മേടിക്കാൻ, അതുപോലെ തന്നെ റെൻ്റൽ ജ്വല്ലറിയിൽ അവിടെ പോയിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ, അതൊന്നും ഇപ്പോഴത്തെ കണ്ടീഷൻ എനിക്ക് പറ്റില്ല. എനിക്കൊരു പബ്ലിക് കോൺടാക്റ്റോ തേർഡ് കോൺടാക്റ്റ് ഒന്നും പാടില്ലാത്തൊരു അവസ്ഥയായിരുന്നു. അവൻ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾ ജൂലൈ 15 കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനും അവനും പോയിട്ടായിരിക്കും
ഇനി ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ തലേന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതി അതിൽ ഏത് കളർ വേണം, ഏത് ഡിസൈൻ വേണം, അങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് ഏതൊക്കെ എഴുതി വെച്ചു. എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, ഇപ്പം നമ്മൾ സാരി സെലക്ഷൻ, ഡ്രസ് സെലക്ഷൻ ആണെങ്കിലും ഒരുപാട് കളേഴ്സ് ഒന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കരുത്. നമുക്ക് മാച്ചുള്ള 2 3 മാക്സിമം 3, എന്നാലും നമുക്ക് പറ്റുകയാണെങ്കിൽ 2 അത്ര മതി. എന്നിട്ട് നമ്മളത് അതിൽ നിന്ന് നമ്മൾ ഡ്രസ്സും സാരിയും ഒക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മുടെ കുറേ സമയം അതനുസരിച്ച് വേസ്റ്റ് ആവും. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമ്മളെ എളുപ്പമായിരിക്കും, നമുക്ക് വലിയ കൺഫ്യൂഷൻ ഇല്ലാതെ നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ മെഹന്തി ആർട്ടിസ്റ്റ് വിളിച്ചു കേട്ടോ. ഞാൻ പുള്ളിക്കാരനെ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് പുള്ളിക്കാരി തിരിച്ച് വിളിച്ചത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഡിസൈൻസും അതുപോലെ തന്നെ എൻ്റെ കൺസേൺസും, ഡിസൈൻ എങ്ങനെയാണ് വേണ്ടത്, എൻ്റെ ലൊക്കേഷൻ, പ്രൈസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ഇതിലും ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം മെഹന്തി ഇടാൻ പറ്റും ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഫാബ്രിക് അലർജി എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ മെഹന്തി അലർജിക്ക് ആയാൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടും. കാരണം നമ്മൾ കല്യാണത്തിന് തലേന്നൊക്കെ അല്ലേ നമ്മൾ ഇതിടാം, എന്നിട്ട് പെട്ടെന്ന് പണി കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല കല്യാണമൊക്കെ ആക്കോളം. അപ്പം അതുകൊണ്ട് വളരെ നോക്കി ഡോക്ടർ മാത്രം കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ അഭിപ്രായമൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ ഞാൻ മെഹന്തിയിലോട്ടൊക്കെ തിരിയുള്ളൂ. അപ്പം അതിനുശേഷം പുള്ളിക്കാരി ക്വസ്റ്റ്യനൊക്കെ സംസാരിച്ചു, എൻ്റെ കൺസേൺസ് ഒക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റ്: വെഡിങ് സാരി, പ്രീ വെഡിങ് ഡ്രസ്സ്, സേവ് ദ ഡേറ്റ്, ബാച്ചിലർ പാർട്ടി. അപ്പോൾ ഇതിനൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി എന്ത്, എന്ന്, എവിടെ, എങ്ങനെ, ഡേറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് ഓരോന്നും ഡിഫൈൻ ചെയ്ത് ഞാൻ പേജിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.